ഇന്നലെ നടന്ന ഫ്രാൻസ് വേഴ്സസ് ഇറാഖ് മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ച് ഇറാന് ഫ്രാൻസിനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ സെനഗലിനെ അപ്രോച്ച് ചെയ്ത മാതിരിയല്ല ഫ്രാൻസ് ഇറാഖിനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ എർണാണ്ടസിനെ വലിച്ചവിടെ ഡേഗിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയുടെ പ്ലെയർ ആയിട്ടുള്ള ഡേഗിനാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചോമേനിനെ വലിച്ചവിടെ സ്ലോമയുടെ കോനയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോക്ക് പകരക്കാരനായിട്ട് ബാർക്കോള ഇന്നലെ റീപ്ലേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ സിറ്റുവേഷനിലും 3 ഗോളുകൾക്ക് ജയിച്ച് കയറാണ് ഫ്രാൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ തന്നെ 100ാമത്തെ മത്സരമാണ് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ 100ാമത്തെ മത്സരത്തിൽ തന്നെ 2 ഗോൾ കണ്ടെത്താൻ എംബാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ കളിയിൽ ഒലിച്ച 2 അസിസ്റ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 നോക്കുകയാണെങ്കിൽ 1 ഗോൾ 1 അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൻ്റെ ഒരു കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഇഷ്ടംപോലെ ചാൻസ് ഉണ്ടായിരുന്ന മത്സരമാണ്. അപ്പോൾ എംബാപ്പ അടിച്ച ഫസ്റ്റ് ഗോളും ഇറാഖിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്തെ ഗോൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്ന ഒരു കളിയാണ്. റാബിയോട്ടിനൊക്കെ നല്ലൊരു ക്ലിയർ കട്ട് ചാൻസ് ഉണ്ടായതാണ് ഹെഡർ കിട്ടാൻ, പക്ഷേ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. പുറത്തേക്ക് ഹെഡ് കുത്തി കളയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നൊരു മത്സരമാണ്. 3 ഗോളെ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഫ്രാൻസിൻ്റെ അടുത്ത കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ നോർവേയാണെങ്കിൽ ഹാളണ്ടും ഇന്നലെ നടന്ന കളിയിൽ 2 ഗോളൊക്കെ അടിച്ച് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ എംബാപ്പയോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത കളി ഏതായാലും ഫ്രാൻസ് വേഴ്സസ് നോർവേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ഒരു 2 ഗോൾ മെഷീൻസ് തമ്മിലുള്ളൊരു പോരാട്ടവും ഏതായാലും നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അടുത്ത കളിയിലേക്ക് ഫ്രാൻസും നോർവേ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി കാണാം.